അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെടുത്ത് ഒരു കരാർ കോൺട്രാക്ട് എടുക്കുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകി, വിജ്ഞാനം നൽകി, എന്നിട്ട് നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചതുകൊണ്ട് ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൽ നിശ്ചയമായും വിശ്വസിക്കുകയും അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് അക്കാര്യത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബാധ്യത എന്നിൽ നിന്ന് എടുക്കുന്നു എന്ന് ചോദിക്കുന്നു. അവർ അതേന്ന് പറയുന്നു, അവരെ സമ്മതിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണ്, അല്ലെ നിങ്ങളും സാക്ഷ്യം വഹിക്കാൻ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പം പ്രവാചകന്മാർ ഇതുപോലെ ഒരു ഉടമ്പടി എടുത്തപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു? അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അല്ലെ. അപ്പം പ്രവാചകന്മാര് അതുപോലെ ഒരു ബാധ്യത അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ഫോളോവേഴ്സിന്റെ കാര്യവും അവരും ആ ബാധ്യത ഫോളോ ചെയ്യണം അല്ലെ. അവരും അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുകയും പിന്തുടരുകയും സഹായിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഇതിന് അനുസരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിനനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അതിന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരും ഇതനുസരിക്കണം. ഈസ അലൈഹി ഇസ്ലാം എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരും അതിനെ അനുസരിക്കണം അല്ലെ. അവരുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസദ്ദിഖാണ്, അടയാളങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പം അതിൽ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളിലേക്ക് വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അപ്പൊ നമ്മൾ വിശ്വസിക്കണ്ടേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മൾ ചോദിക്കണ്ടോ പിന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ ഒരേ വിഷയത്തിലേക്കാണ് വരുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ അല്ലെ, ഈ ദീനിനെ സ്പ്രെഡ് ചെയ്യാൻ, ഈ ദീനിനെ സംരക്ഷിക്കാൻ ഓരോ കോർണറിലും അല്ലെ, ലോകത്തിന്റെ ഓരോ കോർണറിലേക്കും അത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം. ഇപ്പം ലോകത്തിന്റെ കോർണറിലേക്കൊന്നും നമ്മൾ പോണ്ട, നമ്മൾ നിന്നും തിരിയുന്ന മൂലകളിലേക്കെങ്കിലും നമുക്ക് എത്തിക്കണ്ടേ അല്ലെ. അവിടുന്ന് വേണം അടുത്ത കോർണറിലേക്ക് നമുക്ക് പോവാൻ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇത് പ്രവാചകന്മാരുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്ത ഉടമ്പടിയാ അല്ലെ. നമുക്ക് അതിന്റെ ബാധ്യതയില്ലേ? അതോ നമ്മളെ സ്വർഗം ഉറപ്പാക്കാണ്? സൈലന്റ് ആയിട്ട് വീട്ടിലിരുന്ന് നല്ല ഇബാദത്തും ചെയ്ത് ഫാമിലിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് റബ്ബാനി ആകാൻ പറ്റുമോ? ആ മിഷൻ നമ്മൾ ഏറ്റെടുക്കാതെ ബെസ്റ്റ് അബിതാവാൻ പറ്റുമോ? പറ്റൂല. നമ്മളിപ്പോ പറഞ്ഞു അതല്ലേ. അപ്പൊ നമുക്ക് ചെയ്യണം, ചെയ്തേ മതിയാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായും എനിക്കറിയൂല അല്ലെ, ആദ്യം വരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല. നമ്മൾ നേരത്തെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും അറിയായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയായിരുന്നോ? അതെ, നമുക്കും അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത്, ഗൈഡ് ചെയ്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മൾ വിചാരിക്കണ്ടോ നമ്മളെ കയ്യിലും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? റിച്ച് ആയിരുന്നോ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീജ റളിയല്ലാഹു അൻഹ വഴി അബൂ താലിബിലൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലെ പല രീതിയിൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലെ. നമ്മൾ വിചാരിക്കണ്ടോ നമ്മൾ ശാരീരികമായിട്ട് സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ പവർ ഇല്ലാന്ന്? ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ, ഹംസ റളിയല്ലാഹു അൻഹുവിലൂടെ, അതുപോലെ ഒരുപാട് ആളുകളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിലെ പവർ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചില്ലേ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ സ്ത്രീകളാണെന്ന്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മെന്റൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, നുസൈബ ബിൻത് കഅബ്, നമുക്ക് ഉമ്മ അമ്മാറ, നമ്മള് ഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒട്ടൊക്കെ നിന്നിട്ട് സ്ട്രെങ്ത് കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷനിൽ സഹായിച്ചിട്ടില്ലേ? എന്തെങ്കിലും നമുക്കും ചെയ്യാൻ പറ്റൂലേ? നമ്മൾ വിചാരിക്കണ്ട നമുക്കൊരു ഫാമിലി ഉണ്ട്, അതിനെ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ കാര്യങ്ങൾ, ഫാമിലിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ നോക്കിയില്ലെങ്കിൽ ഫാമിലിന്റെ കാര്യം എന്താവുന്ന? അവർക്കും ഫാമിലി ഉണ്ടായിരുന്നില്ലേ? ഇൻഫാക്ട് ഫാമിലികൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ഓരോരുത്തർക്കും. ആ ഫാമിലികളുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിയിട്ടില്ല. നമ്മൾ വിചാരിക്കണ്ട നമ്മുടെ രാജ്യം ഇതിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഫേവറബിൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറ്റുവേഷൻസ് ഫേവറബിൾ ആയിരുന്നോ? എത്ര കാലം എടുത്തിട്ടുണ്ട് മദീനയിലേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് അല്ലെ. 13 കൊല്ലത്തോളം ഏറ്റവും ചുരുങ്ങിയത്. ഇനി മദീനയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഫുൾ റോസിന്റെ മെത്തയായിരുന്നു? അല്ലല്ലേ. അവിടെയാണ് ഫുൾ യുദ്ധങ്ങൾ നടന്നത്. അപ്പം ചിന്തിക്കുക, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചാൽ നമ്മളെയും സഹായിക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ശ്രമത്തിനും നമുക്ക് സഹായം കിട്ടുന്നുമുണ്ട് അല്ലെ. ഒരു സംശയവും ഇല്ല. ശരിയല്ലേ?
നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല? വേണ്ടാഞ്ഞിട്ട് നമുക്ക് കംഫർട്ട് സോണാ വേണ്ടത്, നമുക്ക് സുഖാ വേണ്ടത്, എളുപ്പാ വേണ്ടത്. തിങ്ക് ചെയ്യാം, മനസ്സുകൾ മേക്കപ്പ് ചെയ്യാം, ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് കാണിച്ചു തരും. അള്ളാന്റെ പ്രോമിസ് അതാ. തുടർന്ന് ഫമൻ തവല്ല ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പം എന്തിൽ നിന്ന് തിരിയുന്നവരെ കാര്യം പറഞ്ഞത്? തൊട്ട് മേലെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുക, രണ്ടും. അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരെ അള്ളാഹ് വിളിച്ചതെന്താണെന്നറിയോ? ഫാസിഖൂൻ, ധിക്കാരികൾ, അതിര് കവിയുന്നവർ. നമ്മൾക്ക് വിചാരിക്കുന്നത് നമ്മളാണ് ഭൂലോകത്തിലെ ബെസ്റ്റ് മുത്തക്കിങ്ങളും അല്ലെ, ബെസ്റ്റ് അബദ്ധകളും. ശരിക്കും പിച്ചി ചീന്തിയ ആയത്തുകളല്ലേ ഇത്? നമ്മളൊക്കെ സ്റ്റേറ്റസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വെച്ചതിന്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിൽ നിന്ന് എടുത്ത ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റേറ്റസ് ഭയങ്കര ഹൈ അല്ലേ. കാരണം ഓരോ പ്രവാചകനും ഓരോ പ്രവാചകന്മാരും വലിയ സ്റ്റേറ്റസ് കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അവര് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രയും വലിയ സ്റ്റേറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഫൈനൽ മെസ്സഞ്ചർ ആണ്. നൂഹ് അലൈഹി ഇസ്ലാം ആദ്യത്തെ മെസ്സഞ്ചർ ആണ്. കാരണം തൗഹീദ് കൊണ്ടുവന്ന ആദ്യത്തെ നബി എന്ന് പറയുന്നത് നൂഹ് അലൈഹി ഇസ്ലാം ആണ് അല്ലെ. അള്ളാഹു തെരഞ്ഞെടുത്താണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, ഈസ അലൈഹി ഇസ്ലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സെൻഡ് ചെയ്തപ്പോൾ ഈ ഹിദായത്ത് പ്രിസർവ് ചെയ്യപ്പെടണം മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്. ഇത് അള്ളാഹ്ക്ക് ഈസി ആയിട്ട് പ്രിസർവ് ചെയ്യായിരുന്നു. അള്ളാഹ്ക്ക് നമ്മുടെ ഒന്നും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അള്ളാഹ് നമുക്ക് അവസരം തരുകയാണ്. എന്തിന്? നിങ്ങളിത് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനം തരും. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ വഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ? ധിക്കാരികളാണ്. അപ്പം അന്ന് അവരല്ലേ, നബി ഒരു അറബിയാണ്, അത് അറബികളിലേക്ക് അയച്ച പ്രവാചകനാണ്, സോ നമുക്ക് വേണ്ട എന്ന് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയാണ് ഉപദ്രവിച്ചത് അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യുകയാണ് സക്സസിനുള്ള ഒരേ ഒരു വഴി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല അതല്ലാത്തതൊക്കെ ഫിസ്ഖിലേക്കുള്ള വഴിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേലുള്ള ഉത്തരവാദിത്തം എന്താന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിജക്ട് ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ റിജക്ട് ചെയ്ത്, ആ ദീനിനെ സഹായിക്കുന്നതിനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ഷൻസ് എല്ലാം സ്വീകരിക്കപ്പെടും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത ചില ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ, സഹാബാക്കൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്തത്? വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, കുറച്ച് പൈസയും കൊടുത്ത്, താമസിക്കാൻ വീടും കൊടുത്ത്, സഹായിക്കാൻ കുറച്ച് അടിമകളെയും കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ നല്ലവണ്ണം സ്തുതിച്ച് അല്ലെ, പ്രൈസ് ചെയ്തിട്ട് മുഖസ്തുതിയൊക്കെ പറഞ്ഞിട്ട് നിർത്തിവെച്ചതാണ് അവര്. അവരുടെ സഹായം എങ്ങനെയായിരുന്നു? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഫർ ചെയ്തിട്ടാണ് സഹായിച്ചത് അല്ലെ. ദീനിന് വേണ്ടി സഫർ ചെയ്തിട്ടാണ് സഹായിച്ചത്. മക്കയിൽ ഉണ്ടായിരുന്നപ്പം ഒരുപാട് പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുഭവിച്ചു, അവരും അനുഭവിച്ചു. മക്കയിൽ ആ ഒരു സോഷ്യൽ ബോയ്ക്കോട്ട് സംഭവിച്ചപ്പോൾ അല്ലെ, 3 വർഷത്തോളം അവരും കൂടെ ഉണ്ടായിരുന്നു എല്ലാവിധ സഫറിങ്ങിനും. യുദ്ധങ്ങൾ വന്നപ്പം അതിനും അവർ കൂടെ ഉണ്ടായിരുന്നു. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലെ. നമ്മൾ ഉമ്മു അമ്മാറയുടെ കാര്യം പറഞ്ഞു, സ്ത്രീയായിരുന്നു സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉഹദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ എവിടെ നോക്കിയാലും അവിടേക്ക് ഉമ്മ അമ്മാറ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആരെങ്കിലും ഒരാൾ വാളോങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഉമ്മ അമ്മാറ വീഴും എന്ന അത്രയും അധികം മുറിവുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അവരവിടെ നിർത്തിയോ? സഹാബാക്കൾ മദീനയിലെ ഇനിയിപ്പോ ഇവിടെ ഏതായാലും ഒരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ ആക്കിയല്ലോ, എന്നാ പിന്നെ ഇവിടെ അങ്ങ് നിന്നേക്കാന്ന് വിചാരിച്ചു. ഇല്ല, അവരാളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കര വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യം നമ്മൾ എന്താണ് നബിദിനത്തിന് പാട്ട് പാടാനും ഇതാക്കാനും ഒന്നും നമ്മൾ പോകാറില്ല. പക്ഷെ നമ്മൾ സുന്നത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ സംസാരിക്കും. നബിനെ സ്തുതിച്ച് പാട്ടൊന്നും നമ്മൾ ചിലപ്പോൾ പാടുന്നില്ലായിരിക്കും. നമ്മളെ സ്റ്റേറ്റസുകളെല്ലാം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ പ്രതിഫലനങ്ങളാണ്, മറ്റുള്ളവരെ മേലെ ഇമ്പോസ് ചെയ്യുന്നതിന്റെ. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്, യെസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് നബിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നബിന്റെ മിഷൻ നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ അല്ലേ ഇത് വീട്ടിലിരുന്ന് 2 സ്റ്റാറ്റസ് ഇടാൻ അല്ലെ.
അപ്പം ഇങ്ങനെയാണോ നമ്മൾ ആ മിഷനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കാം. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ, അൻസാറുല്ലാഹ്, അള്ളാഹിനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കും എന്നുള്ള ആ ഒരു ഈമാനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സൗകര്യപൂർവ്വം അതിനങ്ങോട്ട് മാറ്റി വെച്ചു, കാരണം കുറച്ച് പ്രയാസമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുന്ന ആ ആളുകളിൽ പെടണം എന്നുണ്ടെങ്കിൽ, ശരിയായ ഫോളോവേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിഷനെ സപ്പോർട്ട് ചെയ്യണം, അൻസാറുള്ള ആവണം. ഹവാരിയൂൻ പറഞ്ഞതുപോലെ വേറെ ഒരു വഴിയും സക്സസിന് ഇല്ല. ഓക്കെ, ദീനില് സക്സസ്ഫുൾ ആവാന്നുള്ളതിനുള്ള വഴി ഇതാണ്, നമുക്ക് റബ്ബാനി ആവാനുള്ള വഴി ഇതാണ് നമുക്ക് കാണിച്ചു തന്നത്. വേറെ അല്ലാത്ത വഴിയൊക്കെ നമ്മൾ സ്വന്തമാക്കി കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഇതാണ് ശരിയായ വഴിയെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തീരുമാനിക്കാം അത് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോണോ അല്ലെങ്കിൽ ശരിയായ വഴി തിരഞ്ഞെടുക്കണോ എന്നുള്ളത്. ദുആ ചെയ്യെല്ലാരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്,